പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞേക്കണതാ. ഇവിടെ ഇതുവരെയായിട്ട് ഒരു ഫെൻസിങ്ങും ഇല്ല. ഫെൻസിങ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഇവിടെ 8 വാച്ചർമാരെ നിയമിക്കാമെന്നും പറഞ്ഞിട്ട് പണ്ടൊരു DF പറഞ്ഞിട്ട് പോയതാ. DF വാച്ചർമാരെ നിയമിച്ചു. 4 മാസം അവർക്ക് ശമ്പളം ഇല്ലാതെ നടന്നു. അവർ പിരിഞ്ഞു പോയത്. വഴിവിളക്ക് നിലവിലില്ല. ഇന്നലെ ഇപ്പോൾ KC ബോർഡുകാർ വന്നിട്ട് തൽക്കാലത്തേക്കൊരു ലൈറ്റ് ഇട്ടു. എനിക്കൊന്നും വഴിവിളക്ക് ഉണ്ടായിരുന്നു. അത് അതിൻ്റെ എന്താ പറയുക, ക്ഷമത കുറവ് കാരണം അത് ഒന്നും തെളിയുന്നില്ല. ഇപ്പോൾ 1 മാസം ആയിട്ടില്ല. ഈ റോഡിലെല്ലാം വിളക്കുണ്ടായിരുന്നു. ആ വിളക്ക് തെളിയാൻ യോഗ്യമല്ല. അതാണ് ഏതോ ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും. അത് ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. ആർക്കും അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടില്ല. പ്രദേശത്തേക്ക് അനുവദിച്ചുള്ള 3 മാസമായി ഇതവിടെ പിണർക്കുടി സെറ്റിൽമെന്റിലേക്ക് കിടങ്ങാൻ അനുവദിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആറോടെ അനാസ്ഥ കാരണമാണ് അത് വർക്ക് നടക്കാതെ കിടക്കുന്നത്. ഓരോ പ്രദേശത്തേക്ക് ഇത് തന്നെയാണ് ഫോറസ്റ്റിന്റെ ഇത്. ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാന്നാണ് അവർ കണ്ടെത്തിയേക്കുന്നത് നടപടികൾ. ഒരു ആവത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ആവത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അവർ തിരിഞ്ഞു നോക്കാൻ അങ്ങനെ പരിസരത്തേക്ക് പോകില്ല. ഇതൊക്കെ ഈ രാത്രി എപ്പോഴും ഈ സ്ഥലത്തേക്ക് ഒരു വണ്ടി പോലും ഇല്ലാത്ത സ്ഥലമാണ്. അത് എപ്പോഴും ഒറ്റയ്ക്ക് പോണേ. അവിടെ ആകുമ്പോഴുള്ള ടെൻഷനും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുക. അത് ഉപയോഗിക്കാൻ രീതിയിലുള്ള ബാറ്ററി പോലും ഇല്ല. ആ ബാറ്ററി എവിടെയൊന്നും പോലും ആർക്കും അറിയാൻ പാടില്ല. എവിടെയെങ്കിലും ആന നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണാനെങ്കിലും കഴിയും. ഇത് പലതവണ ഞാൻ മാമലക്കണ്ണം ലോട്ടറി വിൽക്കാൻ കയറിപ്പോണേ എല്ലാ ദിവസവും പോകണ്ടേ. അതിൽ മിക്കവാറും തന്നെ ആനയെ കൂട്ടിമുട്ടാറുണ്ട്. പക്ഷേ എൻ്റെ ഉപജീവനമായിട്ട് ഞാൻ 2 സൈഡ് നോക്കിപ്പോയാലും ഈ കാട് കാരണം ഒരു കാരണവശാലും നമുക്ക് അവിടെ പോകാൻ പേടിച്ചാൽ പോണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.